പരിശുദ്ധ റമദാൻ മാസം അവസാന നാളുകളിലേക്ക് നീങ്ങുമ്പോൾ എപ്പോഴായിരിക്കും പെരുന്നാൾ എന്നുള്ള ചിന്തയായിരിക്കും പലരും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഇനി അവധി എത്ര ദിവസം കിട്ടും, പൊതുമേഖലയ്ക്ക് എത്ര, സ്വകാര്യ മേഖലയ്ക്ക് എത്ര തുടങ്ങിയ ചോദ്യങ്ങളായിരിക്കും പലരും ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരാഴ്ച ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. മാസപ്പിറവി ശനിയാഴ്ച കാണാൻ വേണ്ടി വിവിധ രാജ്യങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും UAE അടക്കം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സൗദിയിൽ ഒരുപക്ഷെ 29-ാം മാസപ്പിറവി കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 30-ാം തീയതി ആയിരിക്കും പെരുന്നാൾ ഉണ്ടാവുക. അതല്ല എങ്കിൽ 30 നോമ്പും പൂർത്തിയാക്കി 31-ന് തിങ്കളാഴ്ചയായിരിക്കും പെരുന്നാൾ ആഘോഷിക്കുക. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ 5 ദിവസത്തെ അവധി വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ തിങ്കളാഴ്ച, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അവധിയായിരിക്കും, വ്യാഴാഴ്ച മാത്രമായിരിക്കും. ഇനി അതല്ല, 30 നോമ്പ് പൂർത്തിയാകാതെ 30-ാം തീയതി മാർച്ച് 30-ന് ഞായറാഴ്ചയാണ് പെരുന്നാൾ വരുന്നതെങ്കിൽ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായിരിക്കും അവധി ലഭിക്കുക. എല്ലാം കൂടി വാരാന്ത്യ അവധി കൂടി ചേർത്തുകൊണ്ടായിരിക്കും 4 ദിവസത്തെ അവധി ലഭിക്കുക. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് അവധി ലഭിക്കുക. അതുകൊണ്ട് ഈ ശനിയാഴ്ച രാത്രി മാസപ്പിറവി ദൃശ്യമാകും എന്ന ആകാംക്ഷയിൽ തന്നെയാണ് ഏവരുമുള്ളത്. എന്തായാലും അവധി അതിനുശേഷം മാത്രമായിരിക്കും ഔദ്യോഗികമായി കൺഫേം ചെയ്യാൻ കഴിയുക. 4 മുതൽ 5 ദിവസം വരെയാണ് ഈ പെരുന്നാളിന് വിവിധ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും UAE ഉൾപ്പെടെ അവധി ലഭിക്കുക.